പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. 2020 ഒക്ടോബർ 11 കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഇഗ സ്വൈറ്റെക് ഫ്രഞ്ച് ഓപ്പൺ 2020 വിജയി. ഈ വനിത പോളിഷ് ടീനേജർ തൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ നേടിക്കൊണ്ട് ലോകത്തിലെ പ്രശസ്തയായി. ഏതൊരു ഫീൽഡായിക്കോട്ടെ കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് എക്സാം ആയിക്കോട്ടെ, ബിസിനസ്, സ്പോർട്സ്, എവിടെയും കോമ്പറ്റീഷൻസ് ഉണ്ട്. അവിടെ ടോപ്പ് ലെവലിലേക്ക് എത്തുക എന്നതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. ഇവിടെ നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി സമയം ചിലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താൻ സാധിക്കും. നമ്മൾ ഓരോ ദിവസവും ജനറൽ നോളേജ്, കറണ്ട് അഫേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ് തന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹു വൺ ദി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് 2020? വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് 2020 നേടിയതാര്? എഴച്ചേരി രാമചന്ദ്രൻ. 44ാമത്തെ പതിപ്പായിട്ടുള്ള ഈ വർഷത്തെ വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് എഴച്ചേരി രാമചന്ദ്രൻ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വിർജീനിയൻ വെയിൽക്കാലം എന്ന കവിതയ്ക്കാണ് ലഭിച്ചത്. ഹു sang the song ചമ്പ കിത്നെ കി ദൂർ became viral and greeted by Prime Minister of India, Chief Minister of Himachal Pradesh on 10th October 2020? 2020 ഒക്ടോബർ 10 ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചമ്പ കിത്നെ കി ദൂർ എന്ന ഗാനം ആലപിച്ചതിനെ ഏത് കുട്ടിയാണ് പ്രശംസിച്ചത്? ദേവിക. 9ാം ക്ലാസ് കേന്ദ്ര വിദ്യാലയ പട്ടം തിരുവനന്തപുരത്ത് പഠിക്കുന്ന ദേവികയ്ക്കാണ് ഈ തൻ്റെ ചമ്പ കിത്നെ കി ദൂർ എന്ന ഗാനത്തിന് വൈറലായതും. പ്രധാനമന്ത്രി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്ത വാക്കുകളാണ്: ഐ എം പ്രൗഡ് ഓഫ് ദേവിക. ഹെർ മെലോഡിയസ് റെൻഡറിംഗ് സ്ട്രെങ്തൻസ് ദ എസൻസ് ഓഫ് വൺ ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ. അതേപോലെ കൾച്ചറൽ അഫയേഴ്സ് മിനിസ്റ്റർ AK ബാലനും ദേവികനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. On 12th October 2020, the Indian Navy is conducting passage exercise PASEX with which US aircraft carrier? 2020 ഒക്ടോബർ 12 ഇന്ത്യൻ നാവികസേന ഏത് വിമാനവാഹിനിക്കൊപ്പം പാസേജ് എക്സസൈസ് നടത്തുന്നു? USS Ronald Reagan. In which place of Patna the Union Minister and Lok Janshakti Party leader Ram Vilas Paswan was cremated? പാറ്റ്നയുടെ ഏത് സ്ഥലത്താണ് കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ രാം വിലാസ് പാസ്വാനെ സംസ്കരിച്ചത്? ദിഗാഘട്ട്. അദ്ദേഹം 2020 ഒക്ടോബർ 8 അന്തരിച്ചു. വയസ്സ് 74 നരേന്ദ്രമോദി ഗവൺമെന്റിലെ യൂണിയൻ മിനിസ്റ്ററായിരുന്ന അദ്ദേഹത്തെ സംസ്കരിച്ചത് ദിഗാഘട്ടിലാണ്. നെയിം ഓഫ് ദി ഡെലിഗേറ്റ് ഫ്രം അഫ്ഗാനിസ്ഥാൻ വിസിറ്റഡ് ഇന്ത്യ ടു ബ്രീഫ് ദി ഗവൺമെന്റ് ഓൺ ദി ദോഹ പീസ് ടോക്സ് വിത്ത് ദി താലിബാൻ. താലിബാനുമായുള്ള ദോഹ സമാധാന ചർച്ചകളെക്കുറിച്ച് സർക്കാരിനെ അറിയിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയിട്ടുള്ള പ്രതിനിധിയുടെ പേര്? അബ്ദുള്ള. ഇദ്ദേഹം ഹൈ കൗൺസിൽ ഫോർ നാഷണൽ റിക്കൺസിലേഷന്റെ ചെയർമാനാണ്. വൈ ദി ഇന്ത്യൻ നേവി ഹാസ് ക്യാൻസൽഡ് റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ₹2,500 crore നേവൽ ഓഫ് ഷോർ പെട്രോൾ വെസൽസ് കോൺട്രാക്ട്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേന റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്സ് RNEL 2,500 കോടി രൂപയുടെ നാവിക ഓഫ് ഷോർ പെട്രോളിയം കപ്പലുകളുടെ കരാർ റദ്ദാക്കിയത്? Owing to delay in delivery of vessels. ആ ചെറുകപ്പലുകളുടെ ഡെലിവറി വൈകുന്നതുകൊണ്ടാണ് ഈ കരാർ റദ്ദാക്കിയത്. റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇത് മുമ്പ്
പിപ്പാവാവ് ഡിഫൻസ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആയിരുന്നു. 2015 റിലയൻസ് അത് ഏറ്റെടുത്തു. നെയിം ദ വുമൻ ഹു ബിക്കെയിം ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ഫീമെയിൽ സ്കൈ ഡൈവർ ഡൈഡ് ഓൺ 9 ഒക്ടോബർ 2020. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ സ്കൈ ഡൈവർ ആയി മാറിയ സ്ത്രീയുടെ പേര് 2020 ഒക്ടോബർ 9 മരിച്ചു. ഡിലീസ് പ്രൈസ് 88-ാമത്തെ വയസ്സിലാണ് ഡിലീസ് പ്രൈസ് മരിച്ചത്. 1139 സോളോ ജമ്പ് ഒറ്റയ്ക്കുള്ള ചാട്ടം സ്കൈ ഡൈവിംഗ് നടത്തിയ വനിതയാണ്. അവസാനത്തെ സ്കൈ ഡൈവിംഗ് 81 വയസ്സിൽ 2013 ചെയ്തു. ആദ്യത്തേത് 54 വയസ്സിലാണ് ഇത് തുടങ്ങിയത്. നെയിം ഓഫ് ദ കൺട്രീസ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഷോക്കേസ്ഡ് ബൈ നോർത്ത് കൊറിയ ഇൻ ദ പ്രീ-ഡോൺ മിലിറ്ററി പരേഡ് ഹെൽഡ് ഓൺ 10 ഒക്ടോബർ 2020. 2020 ഒക്ടോബർ 10 നടന്ന സൈനിക പരേഡിൽ ഉത്തര കൊറിയ പ്രദർശിപ്പിച്ച രാജ്യത്തിന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് വാസോങ് 15 ICBM. Who is the winner of Women's French Open Championship 2020? വനിതാ ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് 2020 വിജയി ആര്? ഇഗ സ്വൈറ്റെക്. തുടക്കത്തിൽ തന്നെ ഇഗ സ്വൈറ്റെക്കിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് ആദ്യത്തെ മെയ്ഡൻ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ആണ് ഇഗ സ്വൈറ്റെക് നേടിയത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ജനറൽ നോളേജ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഒരു ദിവസം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.